യുക്രൈൻ സംഘർഷത്തിന് ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയെ വിമർശിക്കുന്ന രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. റഷ്യയിൽ നിന്ന് രാസവളങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്ന അമേരിക്കയുടേത് ഇരട്ടത്താപ്പ്. ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ഇന്ത്യക്കറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പ്. ഇന്ത്യക്ക് മേൽ ഇറക്കുമതി തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇന്ത്യയുടെ മറുപടി, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ത്യക്ക് 25% തീരുവ നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് മേൽ ഇറക്കുമതി തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന ഭീഷണി ഡൊണാൾഡ് ട്രംപ് മുഴക്കിയിരിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നും ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങുക മാത്രമല്ല, അത് വിറ്റ് വലിയ ലാഭമുണ്ടാക്കുന്നുവെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇതിന് മറുപടിയുമായാണ് ഇന്ത്യ രംഗത്തെത്തിയത്. നേരത്തെ തന്നെ ഈ 25% ഇറക്കുമതി തീരുവ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതില്ല എന്നും ചർച്ചകൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം വേണ്ട, സംയമനം പാലിക്കാമെന്നുമുള്ള ഒരു തീരുമാനമായിരുന്നു കേന്ദ്ര സർക്കാരിന്റേത്. എന്നാൽ തുടർച്ചയായി വീണ്ടും ഇത്തരത്തിലൊരു പ്രസ്താവന വന്ന പശ്ചാത്തലത്തിലാണ് ശക്തമായ മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഉക്രൈൻ സംഘർഷത്തിന് ശേഷം റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നുവെന്നും ആഗോള ഊർജ്ജ വിപണിയിൽ സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുടെ ഇറക്കുമതിയെ അമേരിക്ക നേരത്തെ സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും ഇന്ത്യയെ വിമർശിക്കുന്ന രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി അതേസമയം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഏതെല്ലാം ഇനങ്ങളാണ് യൂറോപ്യൻ യൂണിയനും ഒപ്പം തന്നെ അമേരിക്കയും റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് എന്ന കാര്യവും ഈ ഒരു കുറിപ്പിൽ വിശദീകരിക്കുന്നു. 2024 യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി 67.5 ബില്യൺ യൂറോയുടെ ഉഭയകക്ഷി വ്യാപാരമുണ്ടായി എന്നും വളങ്ങൾ, ഖനന ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ഇരുമ്പുരുക്ക്, യന്ത്രങ്ങൾ, ഗതാഗത ഉപകരണങ്ങൾ എന്നിവ യൂറോപ്പ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുവെന്നും അമേരിക്ക യുറേനിയം, ഹെക്സാഫ്ലൂറൈഡ്, പല്ലേഡിയം, രാസവളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുവെന്നും അടിയന്തര സ്വഭാവമില്ലാത്ത വസ്തുക്കൾ പോലും ഈ യൂറോപ്യൻ യൂണിയനും US-ഉം റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നും ഇന്ത്യയോട് സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നത് ന്യായീകരിക്കാനാവാത്തത് നടപടിയാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ദേശീയ താൽപര്യവും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.